ശ്രീജിത്ത്, നമുക്കറിയാവുന്നതാണല്ലോ ഇ പിയും പിണറായിയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ഗാഠമായൊരു ബന്ധമാണ്. ആ ബന്ധത്തിന് ഉള്ളിൽ തട്ടുന്നതൊക്കെ എങ്ങനെയാണ് ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആവുന്നത്, അതിനെ തുടർന്നുണ്ടാവുന്ന അദ്ദേഹത്തിനുള്ള നീരസം, ഇതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ കൂടിയാണ്. പലപ്പോഴും പാർട്ടി വെട്ടിലാക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. ഒടുവിൽ പിണറായി വിജയനു തന്നെ ഇ പി ജയരാജനെ തള്ളിപ്പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണല്ലോ എന്നൊക്കെയാണല്ലോ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പ്രതികരിച്ചത്. ഒട്ടും ശരിയായില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അതായത് പ്രഭാരിയെ കണ്ടു എന്ന് സമ്മതിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ്. ആ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ വിലയിരുത്തിയത് അതൊരു അച്ചടക്ക നടപടിയായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെതിരെ അതേ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെയുള്ള പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ അങ്ങനൊരു നിലപാടെടുത്തത് ഒരു പരസ്യശാസ്ത്രയുടെ സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. സാങ്കേതികമായത് ശരിയല്ലെങ്കിൽ പോലും അതൊരു പരസ്യശാസ്ത്രയുടെ സ്വഭാവത്തിലാണ് അങ്ങനെയൊരു പ്രതികരണം നടന്നത് എന്നാണ് നമ്മളൊക്കെ വിലയിരുത്തിയത്. അന്ന് തന്നെ നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് നടപടി എടുക്കാതിരുന്നത് പല കാരണങ്ങൾക്കുണ്ടാവാം. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ തിരഞ്ഞെടുപ്പിന് ശേഷവും നമ്മൾ കണ്ടത് ഇ പി ജയരാജനും പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. അവിടെ ഒരു തരത്തിലും പിന്നീട് പിണറായി വിജയനെയോ സർക്കാരിനെയോ ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അത് വരുന്ന എല്ലാ പ്രതികരണങ്ങളും സർക്കാരിനെ പൂർണ്ണമായും ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെയായിരുന്നു. CMRL വിഷയമാവട്ടെ മറ്റേത് വിഷയമാണെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പോലും പിന്നീട് പാളിയിരുന്നുമില്ല. പക്ഷേ ഈ ഘട്ടത്തിലും പിണറായി വിജയൻ ഇ പിയെ കൈവിടാൻ എന്തായിരിക്കും കാരണം? അരുൺ, പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിൽ സംഘടനാ തലത്തിലുള്ള സഖാക്കൾ തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഉപരി വ്യക്തിപരമായി പോലും വളരെ അടുപ്പമുള്ള ഒരു ബന്ധമാണ്. മുഖ്യമന്ത്രിക്ക് അത്രയേറെ വാത്സല്യത്തോടെയാണ് ഇ പി ജയരാജനോട് അദ്ദേഹം ഇടപെടാറുമുള്ളത്. അവർ തമ്മിലുള്ള വ്യക്തിബന്ധത്തിനേക്കാൾ അപ്പുറത്ത്, ആ വ്യക്തിബന്ധത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ പ്രശ്നം ഉയർന്നു വന്നതാണ് ഇ പി ജയരാജന് വിനയായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മതന്യൂനപക്ഷങ്ങളോടുള്ള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന BJP-യോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതാണ് LDF CPIM എക്കാലത്തെ നിലപാട്. മതനിരപേക്ഷത ഒരു നയമായി സ്വീകരിച്ച മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെ BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്താനാവും? അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഇ പി ജയരാജൻ ബോധവാനായില്ല? അതുകൊണ്ട് ആ രാഷ്ട്രീയം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ കൂടിക്കാഴ്ച വിവാദത്തെ തുടർന്നുണ്ടായത്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് ഇടയിൽ ഒരു മധ്യസ്ഥനായി വിവാദ ഇടനിലക്കാരൻ കൂടി വന്നു. ഈ രണ്ട് കാരണങ്ങളാണ് പരസ്യമായി തള്ളിപ്പറയാൻ ഇ പിയെ പരസ്യമായി തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രേരിപ്പിച്ചത്, നിർബന്ധിതനാക്കിയത് എന്ന് പറയുന്നതാവും ശരി. മുഖ്യമന്ത്രിക്കെന്നല്ല ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു പിഴവ് അല്ല ഇ പി ജയരാജൻ ഈ കാര്യത്തിൽ ഉണ്ടായത്. അതായത് BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ആകസ്മികമായി കണ്ടതല്ല. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുപരിപാടി സ്ഥലത്ത് വെച്ചോ ട്രെയിനിൽ വെച്ചോ ഒന്നുമല്ല കൂടിക്കാഴ്ച നടത്തിയത്. ഇ പി ജയരാജൻ്റെ ആക്കുളത്തെ ഫ്ളാറ്റിലെത്തിയാണ് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ സാന്നിധ്യമായി മധ്യസ്ഥനായി വിവാദ ഇടനിലക്കാരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ, ഇതിനെ പ്രതിരോധിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് പാർട്ടിയിലെ എത്ര ഉന്നതനായാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇ പി തന്നെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്ന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല ഇ പിയും മുഖ്യമന്ത്രിയുമായി പോലും ഇടക്കാലത്ത് ചെറിയ ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുണ്ടായിരുന്നു. അത് ഇ പി ജയരാജൻ്റെ കുടുംബത്തിന് ഓഹരിയുള്ള കണ്ണൂരിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ്. കണ്ണൂരിലെ റിസോർട്ടിൽ ഇ പി ജയരാജനും കുടുംബത്തിനും വലിയ നിക്ഷേപമുണ്ടെന്നും ഇതേപ്പറ്റി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജനാണ്. ഞാൻ തന്നെ പുറത്തുവിട്ട വാർത്തയാണത്. അങ്ങനെ പാർട്ടിക്കകത്ത് വലിയ കൊള്ളക്കമുണ്ടായി. ഇ പി പങ്കെടുക്കാതെ പിണങ്ങി മാറി നിൽക്കുന്ന കാലത്താണ് സംസ്ഥാന കമ്മിറ്റിയിൽ അത് വന്നത്. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചയ്ക്ക് ശേഷം തൊട്ടടുത്ത സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം പരിശോധിക്കുമെന്ന് വന്നതോടെ ഇ പി അവധി മാറ്റിവെച്ച് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തി. അന്ന് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു മഞ്ഞുരുക്കമുണ്ടായത്. അതായത് പിന്നീട് ആ വിവാദത്തിന് ഈ പി ജയരാജൻ്റെ ആവശ്യത്തിന്, അതായത് റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യത്തിന് പിന്നീട് പാർട്ടിക്കകത്ത് തുടർച്ചയുണ്ടായില്ല. ഈ റിസോർട്ടാണ് പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിന് കൈമാറി എന്നുള്ള വാർത്തയും പുറത്തു വന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീജിത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചാനലുകൾ കൂടി നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ട് അരമണിക്കൂറിന് ശേഷം മറ്റു ചാനലുകൾ കൂടി ആ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ മടങ്ങും, ഈ LDF കൺവീനർ സ്ഥാനം ഇ പി ജയരാജൻ ഒഴിയുമെന്ന വാർത്തയാണ് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ആയി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൃത്യം 8:30 ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. 9 മണിയോടുകൂടി മറ്റു മാധ്യമങ്ങൾക്കും ആ വാർത്ത കിട്ടുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീജിത്തെ, റിപ്പോർട്ടറിൻ്റെ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് നേരത്തെ വിവരിച്ചു
വിവരിച്ചതുപോലെ ഒടുവിൽ EP ജയരാജൻ മടങ്ങുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്നാണ് മടക്കം. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർച്ചയായി പ്രസ്താവനകളിലൂടെ പാർട്ടിയെയും മുന്നണിയെയും ഇടക്കാലത്ത് പ്രതിസന്ധിയിലാക്കിയിരുന്നു EP ജയരാജൻ. EP ജയരാജനോട് അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ തന്നെ പരസ്യമായി രേഖപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു. പരസ്യശാസന എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നമുക്ക് ശ്രീജിത്ത് തുടരുക. റിപ്പോർട്ടറിൻ്റെ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയും എന്ന വാർത്ത റിപ്പോർട്ടർ TV ആണ് ഇന്ന് 8:30 പുറത്തുവിടുന്നത്. ആ വാർത്തയാണ് ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ കൂടി ഇപ്പോൾ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത്. നമുക്കിപ്പം VS രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടറിൻ്റെ എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ് ആണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ ഒഴിയും. പ്രഭാരിയെ കണ്ടു. ഇനി എൻ്റെ ചോദ്യം ഇതാണ് VS, ഈ മടക്കം ഒരു പുതിയ തുടക്കമാകുമോ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു സ്ഥിരീകരണം നൽകുന്നത് EP തന്നെയായിരുന്നു. അതും തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തിയതോടുകൂടി അതിൽ പാർട്ടി തന്നെ, ഈ CPM തന്നെ പ്രതിരോധത്തിലാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായിയിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അതിന് പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു അപക്വമായ സമീപനം എന്ന രീതിയിൽ തന്നെയാണ് അതിനെ അന്ന് വിശദീകരിച്ചത്. EP ജയരാജൻ അങ്ങനെ പലരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ കൂടിക്കാഴ്ച നടത്താറുണ്ട്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ പുലർത്തേണ്ട ചില മാന്യത അല്ലെങ്കിൽ അതിൽ ഉണ്ടാവേണ്ട ചില രാഷ്ട്രീയ മര്യാദകൾ അതുണ്ടായില്ല എന്ന തരത്തിൽ തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച വെളിപ്പെടുത്തിയത്. അത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണെങ്കിലും ശോഭാ സുരേന്ദ്രന് ശേഷം EP വെളിപ്പെടുത്തിയ കാര്യമാണെങ്കിലും ഒക്കെ ഏതായാലും EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് EP പറഞ്ഞത് അന്ന് അപ്രതീക്ഷിതമായി ഒരു അതിഥിയായി പ്രകാശ് ജാവദേക്കർ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. അങ്ങനെ കയറി വന്ന ഒരാളെ ഇറക്കി വിട്ടില്ല, മാന്യമായി സംസാരിച്ചു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ അത് BJP കേന്ദ്രങ്ങളിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതായത് എന്തിനാണ് BJPയുടെ ഒരു പ്രഭാരി, അതായത് ദേശീയ ഭാരവാഹിയായിട്ടുള്ള ദേശീയ ചുമതലയുള്ള ഒരു നേതാവ് സംസ്ഥാനത്ത് CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കൺവീനറായിട്ടുള്ള ഒരു പ്രമുഖ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന രീതിയിൽ BJPക്കകത്ത് അത് വലിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയുടെ ഒരു പരിസമാപ്തിയിലേക്കാണോ ഇത് കടക്കുന്നത് എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു സസ്പെൻസ് ഇവിടെ നിലനിൽക്കുകയാണ്. അതായത് EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ഒരു പക്ഷേ പ്രകാശ് ജാവദേക്കർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇത്തരം ഒരു മുതിർന്ന നേതാവ്, CPMനകത്ത് അതൃപ്തനായി നിൽക്കുന്ന ഒരു മുതിർന്ന നേതാവിനെ BJP പാളയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം പ്രകാശ് ജാവദേക്കർ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവുക. ആ കൂടിക്കാഴ്ചയിൽ BJP ഉദ്ദേശിച്ച ഒരു പക്ഷേ EPയെ BJP പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുമുന്നണി കൺവീനറുടെ സ്ഥാനം EP ജയരാജൻ ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും EP എങ്ങോട്ട് എന്നൊരു ചോദ്യം രാഷ്ട്രീയമായി ബാക്കിയാവുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായി പ്രകാശ് ജാവദേക്കറിൻ്റെ കൂടിക്കാഴ്ചയുടെ പരിസമാപ്തിയാണോ എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ചോദിക്കുന്നതിൽ തെറ്റില്ല. അതൊരു രാഷ്ട്രീയ സസ്പെൻസിനുള്ള ഉത്തരം ലഭ്യമാകുമോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പ്രകാശ് ജാവദേക്കർ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത് കേവലം ഒരു ചായ കുടിച്ച് പിരിയാനുള്ള രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ പേരിലല്ല എന്നുള്ളത് വ്യക്തമാണ്. EP ജയരാജനെ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ആ സമയത്ത് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നിരുന്നു, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ വന്നിരുന്നു. അത്തരത്തിൽ BJP ചാക്കിട്ട് പിടിക്കാൻ, BJP വലവീശി പിരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നേതാക്കന്മാരുടെ പട്ടികയിൽ EP ജയരാജനും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ EP ജയരാജനുമായി ഒരു കൂടിക്കാഴ്ച നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതാണോ അതോ ആകസ്മികമായി EP പറഞ്ഞ പോലെ ആകസ്മികമായി വന്നു ചേർന്നൊരു അതിഥിയായിരുന്നോ പ്രകാശ് ജാവദേക്കർ എന്നുള്ള രാഷ്ട്രീയമായ ഒരു സംശയം, ആശങ്ക എല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ആശങ്കയ്ക്കും സംശയത്തിനും സസ്പെൻസിനുമുള്ള ഒരു മറുപടി വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം EP ജയരാജൻ ഒഴിയുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായി, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പാർട്ടി ഭാരവാഹിത്വങ്ങളുണ്ട്, പാർട്ടിയുടെ ചുമതലയുണ്ട്, മുതിർന്ന നേതാവാണ്, പിണറായിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്, ഇതെല്ലാമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു രാഷ്ട്രീയമായി അദ്ദേഹം ഒരു ചുമതല, പ്രധാനപ്പെട്ട പദവി, അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തിന് മാറ്റി നിർത്തിയ ശേഷം അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കൊടുത്തൊരു പ്രധാനപ്പെട്ട പദവിയായിരുന്നു ഇടതുമുന്നണി കൺവീനർ എന്നുള്ളത്. ആ പദവി അദ്ദേഹം ഒഴിയുമ്പോൾ EP ജയരാജൻ എങ്ങോട്ട്, EP ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവി, രാഷ്ട്രീയമായിട്ടുള്ള കൂടാരം എവിടെ എന്നൊരു
വളരെ പ്രധാനപ്പെട്ട ചോദ്യം കേരള രാഷ്ട്രീയം ചോദിക്കുന്നുണ്ട്. വളരെ അതിനുള്ള ഉത്തരം പ്രധാനപ്പെട്ട വാർത്തയാണ് ഞങ്ങളുടെ ഇപ്പോൾ പൊളിറ്റിക്കൽ തന്നെ കറസ്പോണ്ടന്റ് പറയുമ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 8:30 ആ ശ്രീജിത്തിന് ലഭിച്ച നിർണായകമായ വിവരമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജൻ ഒഴിയുന്നു. EP ജയരാജൻ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങും എന്നാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ശ്രീജിത്ത് നൽകുന്ന വിവരം. നേരത്തെ തന്നെ നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് EP ജയരാജനെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്നത് പ്രതിപക്ഷവും CPIയും ഘടകകക്ഷികളും തുടരെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും ആ തീരുമാനം CPM എടുത്തിരുന്നില്ല. ഇപ്പോൾ CPM ആ തീരുമാനം എടുത്തിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തിരഞ്ഞെടുപ്പിന് ഫലങ്ങൾ വന്നു. ഫലത്തിൽ ഇടതുമുന്നണിക്ക് വലിയ കോട്ടമുണ്ടായി. ആ കോട്ടമുണ്ടായതിനു പിന്നിൽ EP ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ പ്രഭാരി ജാവദേക്കർ തന്നെ വന്ന് കണ്ടിരുന്നു എന്ന് നടത്തിയ വെളിപ്പെടുത്തൽ ദോഷം ചെയ്തു എന്ന വിലയിരുത്തലുണ്ട്. മാത്രവുമല്ല 5 ഇടങ്ങളിലെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥികൾ കേമന്മാരാണ് എന്ന തരത്തിലുള്ള പ്രതികരണം EP ജയരാജൻ നടത്തിയതും പാർട്ടിയിലെ വൃത്തങ്ങളെ വിഷമിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് EP ജയരാജന്റെ പടിയിറക്കം. LDF കൺവീനർ സ്ഥാനത്ത് നിന്നാണ് EP ജയരാജൻ മടങ്ങുന്നത്. മുതിർന്ന നേതാവായ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയ പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പരസ്യശാസന എന്ന നിലയിൽ തന്നെ EP ജയരാജനെ ശാസിച്ചിരുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം പാർട്ടി ബന്ധം വഷളായെങ്കിലും പാർട്ടിയിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുമെന്ന നിലപാടാണ് EP ജയരാജൻ എടുത്തത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ അദ്ദേഹം ഏതു പാത സ്വീകരിക്കും എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടിയിൽ തന്നെ അദ്ദേഹം തുടരാനായിരിക്കും സാധ്യതയുള്ളത്.